ആ യാത്രയുടെ ആദ്യം തന്നെ കണ്ടല്ലോ, കൊർഫഖാൻ റോഡ് പിടിച്ച് നമ്മൾ അൽഷീസ് പാർക്കിൻ്റെ റൈറ്റ് സൈഡ് ഇറങ്ങിയിട്ട് നമ്മൾ റൈറ്റ് കയറി പോകണം. അപ്പോൾ ഷീസ് പാർക്കിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നതിന് മുന്നേ രണ്ട് വലിയ ട്രക്ക് കണ്ടു. ഇതിൻ്റെ ടയറുകളൊക്കെ ഭയങ്കര വലിയ ടയറുകളാട്ടോ. അപ്പോൾ അത് മുന്നിൽ പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അങ്ങനത്തെ വേറെ രണ്ടും ട്രക്കുകളും ഉണ്ട്. നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയ ശേഷം നമുക്ക് ഇതേപോലത്തെ ട്രക്കുകൾ കാണുന്നത് ചെറുതായിട്ട് പേടി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതൊന്നും വകവയ്ക്കാതെ നമ്മൾ മുന്നോട്ട് പോയി. ലെഫ്റ്റ് സൈഡിൽ പള്ളിയുണ്ട്, ഷീസ് പാർക്ക് റൈറ്റ് സൈഡിലാണ്. ഇവിടെയൊക്കെ പല പ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളതാണ്. ഷീസ് പാർക്കിൽ 2 പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നത്, ഒരു പ്രാവശ്യം നമ്മൾ വിൻ്ററിലും ഒരു പ്രാവശ്യം സമ്മറിലായിരുന്നു. ഷീസ് പാർക്ക് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. ഇനി നമുക്ക് അവിടുത്തെ ട്രഡീഷണൽ അവിടെ വില്ലേജ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല, പഴയ വില്ലേജ് തന്നെ അവർ റീക്രിയേറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് തീർത്ത അവരുടെ കൾച്ചറൽ വില്ലേജ്. അത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഇത് വാദി ഷീസിൻ്റെ തുടക്കം എന്ന് പറയുന്ന മനോഹരമായ ഭാഗം. ആ 2 തെങ്ങുകൾ നിൽക്കുന്നത് എന്ത് മനോഹരമാണ് കാണാൻ. അതിപ്പോൾ വന്നു കഴിഞ്ഞാലും അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് താങ്ങി നിർത്തിയിരിക്കുന്ന ചെറിയ ചെറിയ സപ്പോർട്ടീവായിട്ടുള്ള ഒരു വലിയ വലിയ സ്റ്റമ്പുകളൊക്കെ കാണാൻ പറ്റും. മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്ന ചില ഭാഗങ്ങൾ. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ ചെന്നെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാദി ഷീസിൻ്റെ ഹെൽത്ത് സെൻറ്ററിന് അവിടെയാണ്. അപ്പോൾ ഹെൽത്ത് സെൻറ്ററിന് അവിടെ നേരെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് ടൂറിസ്റ്റ് റോഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫുള്ള് വെള്ളമായിരുന്നു. വണ്ടികളൊക്കെ വലിയ വണ്ടികൾ മാത്രമേ കയറ്റി വിട്ടിട്ടുണ്ടാകുന്നുള്ളൂ. ഇവിടെയൊക്കെ ഏകദേശം മുട്ടിനത്ര വെള്ളം ഉണ്ടായിരുന്നു. നമുക്കൊരു രക്ഷയില്ല അങ്ങോട്ട് കയറി പോകാൻ. നമ്മുടെ വണ്ടി എന്തായാലും മുങ്ങും നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് വണ്ടി അല്ലാത്തതുകൊണ്ടും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ഇവിടേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 60 to 40 എന്നുള്ളത് 10 to 20 മാറി. കാരണം അതേപോലത്തെ ഓഫ് റോഡ് വണ്ടികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതും. ഓഫ് റോഡ് പോകുമ്പോൾ അറിയാം നമുക്ക് സാധാരണ റോഡിൽ ഓടിക്കുന്ന സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാം. ഇതൊന്നും ശരിക്കും ഓഫ് റോഡ് നല്ല ഓഫ് റോഡ് വരുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ഓഫ് റോഡ്. അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും എല്ലാം വന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. വാദി ഷീസിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എൻട്രൻസ് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഫുള്ള് മലകൾ വലുതാവുന്നു, റോഡ് ചെറുതാവുന്നു. അപ്പോൾ അങ്ങനെ ഇവിടേക്കൊന്നും വികസനം അങ്ങനെ റോഡ് എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ വികസനം വന്നു കഴിഞ്ഞാലും റോഡിൻ്റേതായിട്ടുള്ള ആ ചാരുത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഓഫ് റോഡ് നിലനിർത്തിയിരിക്കുന്നത്. ഇത്രയും 50 ഡിഗ്രി ചൂട് അബുദാബിയിലും ഷാർജയിലും ദുബായിലൊക്കെ നിൽക്കുമ്പോൾ കണ്ടോ ഇവിടെ വെള്ളം റൈറ്റ് സൈഡിലൂടെ ചെറിയ കനാലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലാൻഡ് സ്ലൈഡൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് കാലാവസ്ഥാ കേന്ദ്രം ഇൻഫർമേഷൻ നൽകും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകരുത്, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി പോവും അല്ലെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ജബൽ ജയ്സ് പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബെൻസ് കാറിൻ്റെ മുകളിലേക്ക് ഒരുപാട് കല്ലും കട്ടയൊക്കെ വീണ് അങ്ങനെ അവിടെ റോഡൊക്കെ ബ്ലോക്കായ വിവരം നമ്മൾ അറിഞ്ഞിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അത് കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. നമ്മൾ ആ വഴിക്ക് പോയതാണല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൂടെ ആ പുഴ ചെറിയ കനാൽ ഒഴുകി ഇവിടെ തീരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടി കഴിയുമ്പോൾ അത് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് മിസ്സായി പോയിട്ട് വീണ്ടും ഒഴുകി വീണ്ടും അവിടെ എത്തുന്നത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ പണ്ട് വലിയ വലിയ പുഴകളായിരുന്നു, വലിയ വലിയ കൽക്കുന്നുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴുകി ഏറ്റവും അവസാനം ഇങ്ങനെ ആയിത്തീർന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം വരും കേട്ടോ. അപ്പോൾ ആ വെള്ളം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്താക്കിയിരിക്കുന്നത്, ഈ റോഡ് ഓഫ് റോഡായിട്ട് തന്നെ വർഷങ്ങളായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ അനേകം വീഡിയോ കണ്ടിട്ടാണ് ഈ വഴിക്ക് വന്നതും. പക്ഷെ നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വഴി അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു 3 വഴിയായിട്ട് ഈ വഴി ഇവിടുന്ന് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഈ സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ആ 3 വഴിയിൽ ഏതൊക്കെ വഴിക്കാണ് നമുക്ക് പോകേണ്ടതെന്നുള്ള കാര്യം ആദ്യം തിരഞ്ഞെടുത്തില്ലെങ്കിൽ പണി പാടും. അപ്പോൾ വഴി നമ്പർ 1, വഴി നമ്പർ 2, വഴി നമ്പർ 3. അപ്പോൾ ഈ വഴി നമ്പർ 1 പോയാലാണ് നമുക്ക് കേവിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. വേണ്ട, വഴി നമ്പർ 1, വഴി നമ്പർ 2, വഴി നമ്പർ 3. ഇപ്പോൾ വഴി നമ്പർ 1 മാത്രം പോവുക. നമ്മൾ 3 പോയത്. 2 പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ 3 നമുക്കൊരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ട് പോവുകയാണ്. റോഡുണ്ടല്ലോ, പിന്നെ വണ്ടിയും കുഴപ്പമില്ലാത്ത വണ്ടിയാണ്, അടി പെട്ടെന്ന് തട്ടില്ല. അപ്പോൾ അത് ഉറച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ഉറവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് പ്രകൃതിയോട് നമ്മൾ കൂടുതൽ ഇണങ്ങി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാത്ര വളരെയധികം മനോഹരമായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല, അവിടെ എന്തായാലും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഏത് വണ്ടിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു.
താഴെ ഇറങ്ങി നോക്കിയതിന് ശേഷം നമ്മുടെ ഷീസ് പാർക്കില്ലേ സൈഡിൽ കൂടെ വന്നിട്ട് പിന്നെ വേറെ ബാച്ചാണ് ഷീസ് പാർക്കിന്റെ ഷീസ് ഹെൽത്ത് സെന്റർ. അപ്പോൾ അതിന്റെ സൈഡിൽ കൂടെ ഒരു റോഡ്, ടൂറിസ്റ്റ് റോഡ്. ആ വഴിക്ക് ഇങ്ങോട്ട് ഒരു 3-4 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ലോകം കണ്ടോ. നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡ് കേട്ടോ. പക്ക ഓഫ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡ് വണ്ടികൾക്ക് മാത്രമാണ് പ്രിഫറൻസ് നമ്മൾ പറയുന്നുള്ളൂ. നമ്മുടെ വണ്ടി ഇത് 4-wheel ഡ്രൈവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അടി തട്ടുമോ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമെന്ന്. എന്നാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ, നമ്മുടെ യാത്ര അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം 5:30 സമയത്താട്ടാ. അപ്പോൾ ഏകദേശം നാട്ടിലെ ഒരു 3:15-3:30 സമയത്തൊക്കെ ഉള്ള ഒരു വെയിലിൻ്റെ ഒരു ആഘാതം ഇപ്പോഴും പ്രകടമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര, നമ്മളൊരു കേവ് ഉണ്ട്, ആ കേവ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എവിടം വരെ ചെന്നെത്തുമെന്ന് അറിയില്ല. ഇരുട്ടുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ തിരിച്ചവിടെ നിന്ന് പോരും. അപ്പോൾ നമ്മളോട് കേവിൻ്റെ അവിടെ പോയിട്ട് അടുത്ത ഇൻഫർമേഷൻ പാസ് ചെയ്യും. അങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ അടി തട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ഒരു 5:30 സമയത്ത് ഞങ്ങൾ റാസൽ ഖൈമയിലെ ഷീസ് പാർക്കിൻ്റെ ആ ഭാഗത്താണുള്ളത്. ഷീസ് പാർക്കിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ വരുന്ന വഴി അങ്ങനൊരു സ്ഥലത്താണ്. ഒരാളും ആൾക്കാരും ആടും ഒന്നുമില്ലാത്തൊരു സ്ഥലം. അപ്പോൾ നമ്മൾ വണ്ടി നേരെ ബാക്കിലിട്ടേക്കാണ് കണ്ടോ. വണ്ടി ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്, കാരണം വണ്ടിയുടെ അടി തട്ടും. പക്ഷെ ഇവിടെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര നല്ല പ്ലെയിൻ ഏരിയ ആണ്. പക്ഷെ അവിടെ മൊത്തം ഈ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചേരം നടന്നിട്ട് വന്നു വിചാരിച്ചു. ഇവിടെ പകുതി എത്തിയപ്പോഴാണ് നമ്മുടെ മലകളുടെ ഒക്കെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഇത്ര നേരം നല്ല ബ്ലാക്ക് കളറിലുള്ള റോക്സ് ആയിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, അപ്പുറത്ത് നമ്മൾ ഈ എവറസ്റ്റ് കൊടുമുടിയൊക്കെ പോലെ വെള്ള കളറുള്ള പാറകളൊക്കെ കാണുന്നുണ്ട്. 10 മിനിറ്റ് കൂടെ നടക്കാമെന്ന് ചോദിക്കുക. എങ്ങനെയുണ്ട് എന്ത് യാത്ര? ഇന്നത്തെ യാത്ര നമ്മൾ ഇതുവരെ പോകാത്ത ഒരു ഏരിയ, നല്ല രസമുണ്ട് കാണാൻ. ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ടോട്ടലി ഓഫ് റോഡ് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞു. പക്ഷെ അത് സ്പീഡായിട്ടും വരാനും പറ്റില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ വേണം വരുന്നു. പോയി നോക്കാം എവിടം വരെ എത്തുന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം മൊത്തം വറ്റിപ്പോയി. ഇവിടെയൊക്കെ വെള്ളം നിന്ന വെള്ളത്തിൻ്റെ കറകൾ കണ്ടോ. ഇവിടെയൊക്കെ പക്ക വെള്ളം നിൽക്കുന്ന ഏരിയയാണ്. ഇതൊക്കെ ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഏകദേശം ചൂടൊക്കെ കൂടി വരുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. വെള്ളം ഉണ്ടാവും ഇവിടെ. അവിടെയൊക്കെ നന്നായിട്ട് പച്ചപ്പ് തങ്ങി നിൽക്കുന്ന സ്ഥലം. എന്തായാലും ഹിഡൻ ഏരിയ. അപ്പോൾ നമ്മുടെ യാത്ര ഞാൻ അധികം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വെയിലിറങ്ങി തുടങ്ങി. പിന്നെ അത്യാവശ്യം ചൂടുണ്ട്. ഞങ്ങളിപ്പോൾ ഫുഡിപ്പോൾ കഴിച്ചോളൂ. നല്ല ഈ മരത്തിൻ്റെ അവിടം വരെ ഓഫ് റോഡ് 4x4 വണ്ടിക്ക് മാത്രമാണ് ഇതിൽ വരാൻ പറ്റുള്ളൂ. നമ്മുടെ വണ്ടി ഇവിടെ കയറില്ല, ഉറപ്പാ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോട്ടെ. നമുക്ക് പച്ചപ്പ് നിറഞ്ഞ കുറച്ച് ചെടികൾ, ഇവിടെ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെയാണ്. ഇനി ചെറിയൊരു മരമൊക്കെ ഉണ്ട് ഇവിടെ. വൈകുന്നേരം ഏകദേശം 5:45 ഇപ്പോൾ സമയം പെട്ടെന്ന് ഇരുട്ടും. ഇവിടെ
കഴുതിയൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഓഫ് റോഡ് വണ്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ വെള്ളം കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് അഴുക്കുണ്ടാവും. അതിൽ മീനുകൾ ഇഷ്ടംപോലെ ഉണ്ടോ, കണ്ടോ, മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കരിമണൽ ഒലിച്ചു വന്ന പോലെ. മേലെ ഷീസ് പാർക്കിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഒറ്റപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരുന്നത്. വേറെ ആൾക്കാരും വന്നിട്ടില്ല ഈ സമയത്ത്. പക്ഷേ വീക്കെൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയാണ്. ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഷീസ് പാർക്കിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഒരു വഴിയാണ്. എവിടെ ചെന്ന് എത്തുന്നൊരു പിടുത്തമില്ല. മാപ്പ് നോക്കി കഴിഞ്ഞിട്ടും ഒരു ഐഡിയും കിട്ടുന്നില്ല. ഇവിടെ മൊബൈൽ റേഞ്ച് പോലും ഇല്ല. നമ്മൾ വണ്ടി അറ്റത്തിട്ടിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം സന്ധ്യയായി തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള യാത്രയിലാണ്. ഇന്നിവിടെ മഴയും മഞ്ഞും കാറ്റും കോളും തിരമാലകളൊന്നും പെയ്തിട്ടില്ല. അത് ഷൗക്ക ഭാഗത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ദിഫ്ത കഴിഞ്ഞിട്ടുള്ള വാദി ഷീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഞങ്ങളോട് തിരിക്കുക. നല്ല കാഴ്ചകളാണ്. ഇതിലെ ഞങ്ങൾ വന്ന വഴിയിൽ ഒരു കൽക്കൂമ്പാരം പോലെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇട്ടിട്ട് ഒരു ഇറങ്ങിയതാണ്. ഏകദേശം സൂര്യാസ്തമയം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിൻ്റെ അവസാന കണ്ണികളായിട്ടുള്ള ലൈറ്റുകൾ വലിയ മലയിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന ഭാഗമായിട്ട് കാണുന്നതാണ്. ഇവിടെയൊക്കെ ശരിക്കും വെള്ളമൊഴുകി വരുന്ന ഭാഗമാണ് കേട്ടോ. ശരിക്ക് ഉരുളുപൊട്ടലൊന്നും വളരെ കാര്യമായിട്ട് ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നണം. പക്ഷെ ഇതൊക്കെ വരും കാലയളവിൽ ചിലപ്പോൾ നിലംപൊത്താവുന്ന രീതിയിൽ നിൽക്കുന്ന കുന്നുകളാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഭാഗം കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗുഹ കാണാൻ പറ്റില്ല. അപ്പോൾ ഗുഹ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിൽ നമ്മൾ വീണ്ടും ഇവിടെ നമ്മുടെ തിരിച്ചുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് ഈ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. കാരണം ആ റിസോർട്ടിൻ്റെ അവിടെ വണ്ടി നിർത്തിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോ നമ്മുടെ നിന്ന് കട്ടായി പോയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്ന ഈ വഴിക്ക് ഈ വീഡിയോ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സൺഗേറ്റ് റിസോർട്ടുണ്ട്. അപ്പോൾ അവിടെ ആർക്ക് വേണ്ടി താമസിക്കാം. സെറ്റാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ കുറേ സമയത്തിന് ശേഷം ഒരു പെട്രോളൊക്കെ വരുന്നത്. ഒരു പെട്രോളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് അങ്ങനെ പോകണേ. അങ്ങനെ യാത്ര തുടരുകയാണ്. ആലോചിക്കണേ, ഇതെങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും ഒരു ഡീപ്പ് വന്നിട്ട് ഇവിടെ നിന്ന് എങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് പോയെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെയും 2 മല വന്ന് ചേരുന്നു. അതേപോലെ തന്നെ ഒരു ലാൻഡ് ക്രൂസർ അങ്ങോട്ട് പോയതാണ്. ഇവിടെയും 2 മലകൾ വന്ന് ചേർന്നിട്ട് അതിൻ്റെ നടുവിലൂടെ വെള്ളം ഒഴുകി വരുന്നു. ക്യാമറയിലൊക്കെ കാണാൻ അത്രയും ഭംഗിയില്ല കേട്ടോ. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയുമോ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഈ വലിയ വലിയ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയാണ് ഏറ്റവും കൂടുതലൊക്കെ വെള്ളമൊക്കെ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ ഭാഗമായിട്ട് കണ്ടോ ഇവിടെ കുറേ ഉരുളൻ കല്ലുകളൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഫുള്ള് വലിയ മലയാട്ടോ. ചുറ്റും വലിയ മലകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നതെങ്കിലും ഫുള്ള് വലിയ യമണ്ടൻ മലകൾ എന്നൊക്കെ പറയുന്ന പോലെ വലിയ മലകളാണ്. മനോഹരം. പ്രകൃതിയുടെ സൗന്ദര്യം എത്രയോ മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചേക്കണമെന്നറിയും. വെറുതെ അല്ല ഇവിടെ ടാർ ചെയ്യാതെ. ടാർ എനിക്ക് തോന്നുന്നു ടാർ ചെയ്ത് കഴിഞ്ഞാലും മഴവെള്ളം വരുന്ന സമയത്ത് നല്ല ഒഴുക്കുള്ള സ്ഥലം അതൊക്കെ. എങ്ങനെയായാലും ടാർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പോകും. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ യാത്ര തുടരുന്നു. പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടൊന്നും മാറിയിട്ടില്ല. നല്ല ചൂട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അധികം നേരം നിൽക്കുന്നില്ല. വണ്ടിയൊക്കെ ഏകദേശം കഴുകാറായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകുന്നു. നല്ല അടിപൊളി